നമസ്തേ. ഹൈറ്റ് ആറ്റ് ഹാപ്പിനെസ്സിൻ്റെ പരിപാടിയിലേക്ക് സ്വാഗതം. നീണ്ടു നിൽക്കുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങൾ പല തിരക്കുകളിലും ഉണ്ടാവും. ചിലപ്പോൾ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾ വീട്ടിൽ പോയി ഒന്ന് സ്വസ്ഥമായി കേൾക്കാം. അറിയാമല്ലോ, ആദ്യം 5 മിനിറ്റ് ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ധരിക്കാം. നിങ്ങൾ സൂചിപ്പിക്കാനാണ് ലോജിക്ക്, എന്ത് വേണമെങ്കിലും ധരിക്കാം. പക്ഷെ ആചാര്യൻ എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ ഉള്ളിൽ ഒരു പോസിറ്റീവ് എഫക്റ്റ് എന്തായാലും ഉണ്ടാവും. അത് നിങ്ങൾക്ക് വിശ്വസിക്കാം. ഓക്കെ, വരുന്ന ജൂൺ 30 വ്യാഴൻ മകരത്തിൽ നിന്ന് ധനുവിലേക്ക് മാറുന്ന ദിവസം. നല്ല ചൂടുണ്ട്. ഉത്രാടത്തിൽ നിന്ന് ഉത്രാടത്തിലേക്ക്, ഉത്രാടത്തിലേക്ക്, ധനുവിൽ നിന്ന് മകരത്തിൽ നിന്ന് ധനുവിലേക്ക്. അതിലൊരു 3 നക്ഷത്രൻ്റെ എല്ലാവർക്കും അറിയാമല്ലോ. മൂലം, പൂരാടം, ഉത്രാടം. ഈ 3 നക്ഷത്രക്കാർക്കും വ്യാഴൻ ചന്ദ്രാരൂഢത്തിലാണ്. നല്ല മാറ്റങ്ങൾ ഉണ്ടാവും, നല്ല വ്യത്യാസങ്ങളുണ്ടാവും എല്ലാവിധത്തിലും. ഓക്കെ, ഇനി ഈ വീഡിയോ എൻ്റെ ക്യാമറ ഒക്കെ നിങ്ങൾക്കറിയാം കോഴിക്കോടിലാണ്. അപ്പോൾ ഇത് ഞാൻ മൊബൈൽ വീഡിയോ ആണ് എടുക്കുന്നത്. ഇത് എഡിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്തിടുന്നത്. ഇത് വളരെ സൂക്ഷ്മ ദൃഷ്ടിയോട് നോക്കാം. നോക്കിയിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ രേഖപ്പെടുത്തണം. ഇത് ഇന്നില്ലെങ്കിൽ നാളെ എനിക്ക് വേണ്ടതാണ്. ഈ മുന്നോട്ട് പോവണമെങ്കിൽ ഇപ്പം ആചാര്യനക്ക് ഒരു ഫോറിൻ യൂണിവേഴ്സിറ്റിക്ക് ജ്യോതിഷത്തിനെ ഗ്രഹങ്ങൾ നക്ഷത്രം ബേസ് ചെയ്യാതെ മനുഷ്യൻ്റെ ഭൗതിക സുഖങ്ങളെ നിലനിർത്തിക്കൊണ്ട് ശാസ്ത്രീയ മനോഭാവത്തുടൻ ഇനി അങ്ങോട്ടുള്ള ജീവിതം എങ്ങനെ കെട്ടിപ്പടുത്താം എന്ന രീതിയിലാണ് ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്യുന്നത്. ഫോറിൻ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ട് ഇതിൽ എനിക്ക് മറ്റു രീതിയിലുള്ള പരീക്ഷണങ്ങളല്ല. നിങ്ങളുടെ ഈ വീഡിയോ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ കറക്റ്റ് അഡ്രസ്സ്, അദ്ദേഹം പറഞ്ഞ വിഷയം നിങ്ങളിത് കേൾക്കണം, ബോധ്യപ്പെടണം കേട്ടോ. പിന്നെ ഇയാൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചുമ്മാ നന്നായിട്ടുണ്ട്, വെരി ഗുഡ്, ഗോഡ് ബ്ലെസ് യു, അങ്ങനെ ഒന്നും വേണ്ട. നിങ്ങൾക്ക് തോന്നുന്നത് ആദ്യം ഈ വീഡിയോ മുഴുവനും കേൾക്കുക, കുറേ ചിന്തിക്കുക. നിങ്ങൾ വിലയേറിയ ഓരോരോ ഒപ്പീനിയനും ഈ ചാനൽ മുന്നോട്ട് പോകാനുള്ളതാണ്. ഇപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് തൽക്കാലം ഈ ഒരു വാക്ക് പ്രയോഗിക്കാൻ, എൻ്റെ ഒരു പൂർണ്ണമാവാൻ എൻ്റെ അടുത്ത് വന്നാൽ നിങ്ങൾക്ക് സാമ്പത്തികം മെച്ചപ്പെടും, ഭക്ഷണം ശൈലി മെച്ചപ്പെടും, ശാസ്ത്രീയമായ മനോവൃത്തി ഉണ്ടാവും, ഫാമിലിയിൽ പ്രശ്നങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യാം, എക്കണോമിക്കൽ സ്റ്റാറ്റസ് എങ്ങനെ ഉയർത്തിപ്പിടിക്കാം,
ഇപ്പോൾ നിങ്ങളുടെ വയസ്സ്, പ്രായം, ഹൈറ്റ് അനുസരിച്ചിട്ട് എന്തൊക്കെയാണ് ഭക്ഷണങ്ങൾ വേണ്ടത്, പിന്നെ നിങ്ങളുടെ ഐഡിയൽ ലൈഫ്, ഇതിനെക്കുറിച്ചിട്ടൊരു പാക്കേജ് പക്ഷേ ഇത് ബേസ് ജനറ്റിക്സിന് ഇൻഫർമേഷൻ വെച്ചിട്ടാണ്. ഇത് കാണുന്ന VIP ഉണ്ടാവും, വിദ്യാസമ്പന്നമുള്ളവരുണ്ടാവും, ബുദ്ധിജീവികളുണ്ടാവും, രാഷ്ട്രീയ തലത്തിലുള്ള ആൾക്കാരുണ്ടാവും, ജഡ്ജികളുണ്ടാവും, പാമരനുണ്ടാവും, ഭക്തി ഉള്ളവനുണ്ടാവും, യുക്തിവാദികളുണ്ടാവും. എല്ലാം ഇതിനെ വാച്ച് ചെയ്യാം. നിങ്ങളുടെ സപ്പോർട്ട് ഇയാൾ അംഗീകരിക്കാം, ഒരു മാറ്റം വരുന്നുണ്ട്. ഇതൊക്കെ മുൻപ് എൻ്റെ വീഡിയോകൾ നിങ്ങൾ കാണുകയും വേണം. എല്ലാത്തിനും കുറിച്ചിട്ടുള്ള ഒരു സമ്മറി ആയിട്ട് ഇതെടുത്താൽ മതി. ആ രീതിയിലാണ് ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോഴാണ് നിങ്ങൾക്ക് ഈ ചാനൽ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ഗുണങ്ങൾ നമ്മളെല്ലാവരും ഷെയർ ചെയ്യാം. ഒരു വ്യത്യാസം എന്തായാലും ഉണ്ടാവും. അതുപോലെ TV ചാനലുകൾ അവർ വേണമെങ്കിലും എനിക്കൊരു അംഗീകാരം കൊടുക്കാം. ഈ ഫോറിൻ യൂണിവേഴ്സിറ്റി തന്നെ വേണമെന്നില്ല. പക്ഷേ ഈ ഫീൽഡ്, മെഡിക്കൽ ഫീൽഡ്, കൗൺസിലിംഗ് ഫീൽഡ്, രസതന്ത്രത്തിലും അതുപോലെ തന്നെ ഊർജതന്ത്രത്തിലും ഫിസിക്സിലും അടിസ്ഥാന ജ്ഞാനമുള്ളവരും ആർക്ക് വേണമെങ്കിലും, പക്ഷേ ഇതിൻ്റെ മെഡിക്കൽ ടേംസ് സയൻറ്റിഫിക് ധാരണ ഉള്ളവരാണ് അംഗീകാരം കൊടുക്കേണ്ടത്. ഞാൻ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഐഡിയ ഉപയോഗിക്കുക എന്ന് മാത്രം. ഓക്കെ, ഞാൻ രണ്ടാമത്തെ പാർട്ടിലേക്ക് കോഡ് ചെയ്തിട്ട് വരുന്നുണ്ട്. ഓക്കെ, നമസ്തേ. ശ്രീ ഗുരുഭ്യോ അവിഘ്നമസ്തു. ആചാര്യൻ വ്യാഴസ്ഫുടം ആസ്പദമാക്കി കുറച്ച് കണക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ജൂൺ മാസം 30-ാം തീയതി മിഥുനം 16, വ്യാഴൻ മകരൻ രാശിയിലിരുന്ന് ധനുരാശിയിലേക്ക് സഞ്ചാര യോഗമുണ്ട്. ഏത് നക്ഷത്രക്കാർക്കാണ് പ്രാപ്തി എന്ന് നോക്കാം. അതിന് മുൻപ് ഒന്ന് പറയുന്നു, ഈ നക്ഷത്രങ്ങളും കണക്കുകളും ലോജിക്കാണ്. ഇതിൻ്റെ അടിത്തറ ജനറ്റിക്സാണ്. ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദി, ഇപ്പം ഇതിൻ്റെ നിങ്ങൾ ഗുണം കിട്ടുന്ന അതിൻ്റെ ഉത്തരവാദി നിങ്ങൾ തന്നെയാണ്. അതിന് ചില ഇൻഫർമേഷനുകൾ വെച്ച് ഒരു കോഡ് ഉണ്ടാക്കുക എന്ന് മാത്രം. അതുകൊണ്ട് മതിമയങ്ങണ്ട എന്ന് മാത്രം. ഓക്കെ, നമുക്ക് എങ്ങനെയൊക്കെയാണെന്ന് ഒന്ന് ചിന്തിക്കാം. വ്യാഴൻ ധനപ്രാപ്തി, സന്താന ഗുണം, ശ്രേഷ്ഠത, ഐശ്വര്യം, ഇത്രയും പ്രദാനം ചെയ്യുന്ന ഒരു ഇൻഫർമേഷനാണ്. ഇതിൻ്റെ സോഫ്റ്റ്വെയർ നിങ്ങൾ തന്നെയാണ് ഇട്ട. തൽക്കാലം വ്യാഴത്തിൻ്റെ ശിരസിലേക്ക് ഇടാം. ഓക്കെ, മഹേരിയം ചിത്തിരാവിട്ടം, അതിൽ മഹേര്യത്തിന് 7-ലെ വ്യാഴൻ. തിരുവാതിര നക്ഷത്രക്കാർക്ക് 7-ലെ വ്യാഴൻ. പുണർദം 1, 2, 3 പാദക്കാർക്ക് 7-ലെ വ്യാഴൻ. പക്ഷേ നിങ്ങളുടെ ജാതകത്തിലും 5, 11, 9 ഈ സ്ഥാനങ്ങളിൽ വ്യാഴനുണ്ടെങ്കിൽ ഈ 7-ലെ വ്യാഴൻ
ഇച്ഛാശക്തി വർദ്ധിക്കും. സിമ്പിൾ ലോജിക്, ആഗ്രഹിക്കുന്ന സാധിക്കും. ജാതകത്തിലും ബേസിൽ വേണം. ഇനി മഹം, പൂരം, ഉത്രം, കാൽ അവർക്ക് 5-ലെ വ്യാഴൻ. ഈ നക്ഷത്രക്കാരും ജൂൺ 30 മാറുന്ന വ്യാഴൻ ശുഭകരമാണ്. നിങ്ങൾ ജാതകത്തിലും വ്യാഴൻ 5, 7, 9, 11 സ്ഥാനങ്ങളിൽ വേണം. അഷ്ടവർഗ ബലം വേണം. ഇന്നെങ്കിൽ നിങ്ങളെ ഇച്ഛാശക്തി വളരെ പല തുളതള കലകളാന്ന് പറയുന്നില്ല, ആഗ്രഹിക്കുന്നത് സാധിക്കും. എന്തും ആയിക്കോട്ടെ, ഇതെല്ലാം ഇൻഫർമേഷൻ ഓഫ് ജെനറ്റിക്സ് അല്ലേ, ഇൻഫർമേഷൻസ്. ഓക്കെ. മൂലം, പൂരാടം, ഉത്രാടക്കാർക്ക് ജന്മത്തിലെ വ്യാഴൻ, അത് 4-ാം ഭാവാധിപതി. അഭിവൃദ്ധിയും ഉണ്ടാകും, ഇച്ഛാശക്തി വർദ്ധിക്കും. നിങ്ങളുടെ ജാതകത്തിലും 5, 9, 11 ഈ സ്ഥാനങ്ങളിൽ വ്യാഴം വരികയും അഷ്ടവർഗത്തിൽ ബലം കൂടുകയും ചെയ്യണം. ഇത് നിങ്ങൾ ജാതകത്തിൽ ബലം ഇല്ലെങ്കിൽ ഈ ഇമ്മ്യൂണിറ്റി ഡൗൺ ആയി പോകും, സാധിക്കില്ല. അവിട്ട 3 നാളും ചതയും പൂരോട്ടാധികാർക്ക് 11-ലെ വ്യാഴൻ 2-ാം ഭാവാധിപതിയാണ്, ഇഷ്ടസ്ഥാനത്തിലേക്കാണ്. നേരത്തെ പറഞ്ഞതുപോലെ ജാതകത്തിൽ 5, 7, 11, 9 സ്ഥാനങ്ങളുണ്ടെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഗുണം ചെയ്യും. പിന്നെ ജാതകപ്രകാരം തുലാം കൂറുകാർക്ക് 3-ലെ വ്യാഴൻ, ചിത്തിര 3 നാളും ചോതി നക്ഷത്രം, ഈ നക്ഷത്രക്കാർക്ക് 3-ലെ വ്യാഴം ദോഷം ചെയ്യും. എടവക്കൂറുകാർക്ക് കാർത്തിക, രോഹിണി, മകേരി നക്ഷത്രക്കാർക്ക് 8-ലെ വ്യാഴം ദോഷഫലങ്ങൾ ചെയ്യും. പക്ഷെ ജാതകത്തിൽ ശുഭസ്ഥാനം ഉണ്ടെങ്കിൽ ദോഷഫലങ്ങൾ ചെയ്യില്ല കേട്ടാ, ന്യൂട്രലായി പോകും. കർക്കടകൂറുകാർക്ക് 6-ലെ വ്യാഴം ദോഷഫലങ്ങളാണ്. പക്ഷെ ജാതകത്തിൽ ശുഭഫലമാണുണ്ടെങ്കിൽ ഇത് ഗുണം ചെയ്യില്ല, ദോഷവും ചെയ്യില്ല. കന്നിക്കൂറുകാർക്ക് 4-ലെ വ്യാഴം ഗുണം ചെയ്യും. ഇങ്ങനെയാണ് വിധി ന്യായം. പക്ഷേ ഓഫ് സ്പ്രിങ് ജെനറ്റിക്സാണ്, സ്വന്തം ബുദ്ധിയാണ്. ഇതെല്ലാം കൂട്ടിക്കുളച്ചാണ് തിരുമേനി പറയുന്നത്. ഇൻഫർമേഷൻ ഓഫ് ജെനറ്റിക്സ്. ഇത് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ വ്യാഴഗുണം സുപ്രസിദ്ധമായി നിങ്ങൾക്ക് ഉണ്ടാക്കും. വ്യാഴത്തിനുള്ളിൽ ഓടുന്നതും നിങ്ങളുടെ ഇൻഫർമേഷൻ ഓഫ് ജെനറ്റിക്സ്. ഓക്കെ, നന്ദി, നമസ്കാരം. അതുപോലെ തന്നെ വീഡിയോ ഇതിൽ വിട്ടിട്ടുണ്ട്. ഈ വീഡിയോ ഒന്ന് മനസ്സിരുത്തി കാണുക, സ്കിപ്പ് ചെയ്യരുത്. ഇതിന് കൂടെ തന്നെ കുറേ വീഡിയോകൾ വരും. അത് പരിപൂർണമായും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ചാനൽ വളരെ വ്യക്തമായ നിലയിൽ കേരളത്തിൽ മുന്നോട്ട് പോകാനുണ്ട്. ഇതൊരു ടേണിംഗ് പോയിൻ്റ് ആവും ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും എല്ലാം അവരവരുടെ ഓബ്ജക്റ്റീവ് ബുദ്ധി പ്രചോദിപ്പിക്കട്ടെ എന്ന് നിങ്ങളുടെ ബുദ്ധിനെ നമിച്ചുകൊണ്ട് ഞാൻ അവസാനിക്കുന്നു. ഇനി അടുത്ത ഒരു വീഡിയോ ആത്മാർത്ഥമായി കാണുക. പാർട്ട് സെക്കൻഡ്. ജ്യോതിഷം ഞാൻ 10 വർഷങ്ങൾക്കൊക്കെ മുൻപ് ഞാൻ പറയുന്നതൊക്കെ ജനങ്ങൾ അംഗീകരിച്ചു കൊടുക്കും. അംഗീകരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവർ യെസ് എന്ന് പറയും. 12 ഭാവം പരിശോധിക്കുമ്പോൾ അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. പറയുന്നതൊക്കെ ശരിയെന്നും പറയുന്നുണ്ട്. പിന്നെ നമുക്കതിന് റിസർച്ചിൻ്റെ ഭാഗം ആവശ്യമില്ലല്ലോ. പിന്നീട് ഒരു സുപ്രഭാതത്തിൽ യൂട്യൂബ് റിസർച്ചുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സി വിശ്വനാഥൻ സയൻസ് ട്രസ്റ്റ്, അദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഓർത്തോ ഡോക്ടറാണ് ഉണ്ടായിരുന്നത്. ഇപ്പം അദ്ദേഹം ഒറ്റപ്പാലം. അദ്ദേഹത്തിൻ്റെ ശാസ്ത്രീയ പ്രഭാഷണങ്ങൾ കണ്ടു. പരിണാമ ശാസ്ത്രത്തിനെ കുറിച്ചിട്ടും
മരണജനനത്തിനെ കുറിച്ചിട്ടും ഒരുപാട് ക്ലാസ്സുകൾ, ലോജിക് ഫാലസിസ്, അത് ഒരു പ്രേരണ എനിക്ക് ശരിക്കും കിട്ടി. അദ്ദേഹത്തിൻ്റെ ഗ്രഹത്തിലേക്കും പോയി കാണാം. ഒരു പ്രേരണ ഉണ്ടാക്കിയത് അദ്ദേഹമാണ്. പിന്നീട് കുറേ ക്ലാസ്സുകളൊക്കെ, അതിനായിട്ട് റിലേറ്റഡായ ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ ഇത് ജ്യോതിഷം 99.99% മനുഷ്യനെ സ്വാധീനിക്കില്ല. 1% സത്യം. സൂര്യനാണ് ബേസ്. നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ, നൈട്രജൻ, വിടുന്ന കാർബൺ ഡയോക്സൈഡ്, ശ്വസിക്കുന്നത് ഒരംശം കാർബൺ ഡയോക്സൈഡ്, നമ്മൾ ബോഡിയിലെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ്, ആവശ്യമായ ജൈവ തന്മാത്രകൾ, ഇതെല്ലാം ബേസ് സൂര്യനാണ്. മറ്റൊന്നും മനുഷ്യനെ ബാധിക്കുന്നില്ല. പിന്നെ ഇതൊക്കെ കാലാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് പണ്ടത്തെ ഒരു കലണ്ടർ സിസ്റ്റമാണെന്ന് മനസ്സിലായി. പിന്നെ കുറേ ക്ലാസ്സുകൾക്ക് ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളാണ്. വരണവനുക്ക് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും, വരാത്തവനുക്കും എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും. വരാത്തവനുക്ക് 90% പ്രശ്നം, വരുന്നവനുക്ക് 1% കൂടുതൽ. അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ ഞാൻ സ്റ്റഡി ചെയ്തത് എന്നാ പറഞ്ഞാൽ, വരുന്നവനുക്കും വരാത്തവനുക്കും പ്രശ്നങ്ങളുണ്ട്, വരുന്നവനുക്ക് കുറച്ച് കൂടുതൽ. ഇതാണ് കണ്ടെത്തിയത്. എങ്ങനെ പറഞ്ഞാൽ, നിങ്ങൾക്കൊന്ന് സ്റ്റഡി ചെയ്യാം. ഞാൻ പറയുന്നത് ശരിയാണോ, എൻ്റെ കാഴ്ചപ്പാടുകൾ ശരിയാണോ, നിങ്ങൾ സ്വയം വിലയിരുത്താം. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്, ഒരു വിഷയത്തിലെങ്കിൽ വേറെ വിഷയത്തിൽ. എല്ലാവർക്കും ചെറിയ ചെറിയ അസുഖങ്ങൾ, വലിയ അസുഖങ്ങളുണ്ട്. അങ്ങനെ എല്ലാ വിഷയങ്ങളിലും എല്ലാവർക്കും ഉണ്ട്. ഓവർകം ചെയ്യുന്നവൻ എൻ്റെ അടുത്ത് വരില്ല, ഓവർകം ചെയ്യാൻ കഴിയാത്തവൻ എൻ്റെ അടുത്ത് വരണം. അവനക്ക് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും. അങ്ങനെ ഞാൻ ജ്യോതിഷത്തെ നിർത്തി ശാസ്ത്രീയ പഠനം ചെയ്തപ്പോൾ എല്ലാവർക്കും പ്രശ്നങ്ങൾ ഒരുപോലെയാണ്. പിന്നെ ഇത് പറയുന്നതിൽ എന്താണുള്ളത്, അപ്പം മനസ്സിലായി ഒന്നുമില്ല. എനിക്ക് വല്ലാത്ത മനപ്രയാസം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ചെയ്യുന്നത് ആത്മാർത്ഥമായതുകൊണ്ടാണ് ഈ മനപ്രയാസം. പിന്നെ ജനങ്ങളിലേക്ക് കുറച്ച് വ്യത്യാസം കൊടുത്തിയപ്പോൾ എനിക്ക് ഈ ഫീൽഡ് തന്നെ നീണ്ടു പോകണം ഒരാഗ്രഹം. അതിനുവേണ്ടി ജ്യോതിഷത്തിൽ വേറെ എന്തെങ്കിലും സയൻസ് ഉണ്ടോ നോക്കുമ്പോൾ നോ സയൻസ്. അപ്പോഴാണ് ചില ശ്ലോകങ്ങളിലൊക്കെ കാണുമ്പോൾ വരാഹമികൻ്റെ അടുത്ത് ശിഷ്യൻ ചോദിക്കുകയാണ്, എന്താണ് ജാതകം? വരാഹമികൻ പറയാണ്, അച്ഛൻ്റെയും അമ്മേൻ്റെയും പാരമ്പര്യമാണ് ജാതകം. ജന്മജന്മാർച്ചിതോ മാതാപിത ഒക്കെ ശ്ലോകങ്ങൾ. പക്ഷേ അത് ജെനറ്റിക്സിന് പറഞ്ഞുകൂടാ, ബാധിക്കുന്ന കർമ്മദോഷം മനുഷ്യനെ ബാധിക്കില്ല. ലോജിക്കൽ സയൻറ്റിഫിക്കായിട്ട് ബാധിക്കുന്നുണ്ട്. എന്താണ് ലോജിക്കൽ? ബാധിക്കുന്നില്ല, സയൻറ്റിഫിക്കായിട്ട് ബാധിക്കുന്നത്. പിന്നെ എൻ്റെ അന്വേഷണം ആ രീതിയിലേക്ക് നീങ്ങി. പിന്നെ ഞാൻ ന്യൂറോൺസുകളെ കുറിച്ചിട്ടും ബ്രെയിൻ കെമിസ്ട്രിയും ന്യൂറോളജിയും അതിൻ്റെ ബേസിക് ക്ലാസ്സുകൾ ഞാൻ പഠിച്ചത് തമിഴ് സയൻസ് അക്കാഡമി. നിങ്ങൾ ടൈപ്പ് ചെയ്യാം, അതിൽ സെൽ ബയോളജികളുണ്ട്, ന്യൂറോ സയൻസ് ക്ലാസ്സുകളുണ്ട്. അതിൽ ഞാൻ പഠിച്ചു, സ്റ്റഡി ചെയ്തു. പിന്നെ വിശ്വനാഥൻ്റെ ക്ലാസ്സുകൾ തന്നെ ഒരുപാടുണ്ട്. പിന്നെ വൈശാഖൻ തമ്മിൻ്റെ ഫിസിക്സ് ക്ലാസ്സുകൾ,
അതുകൂടാതെ ഫിസിക്സും തമിഴ് സയൻസ് അക്കാഡമിയിലും. എനിക്ക് നേരിട്ട് പോയിട്ട് യൂണിവേഴ്സിറ്റിയിൽ ഫിസിക്സ് ഇപ്പോൾ പഠിക്കാൻ പറ്റില്ല, വയസ്സ് 40ആയി. എനിക്ക് ഭയങ്കര മനപ്രയാസം, ഒരു സയൻറ്റിസ്റ്റ് ആവണം ആഗ്രഹം. പക്ഷെ സാധിക്കില്ല, ഇന്ത്യയിൽ സാധിക്കില്ല. അതെന്താന്ന് പറഞ്ഞാൽ നമ്മളുടെ വിദ്യാഭ്യാസ സിസ്റ്റം അങ്ങനെയായിപ്പോയി. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പഠിക്കാം. പറയാൻ കാരണം ഓരോ പൗരനും സയൻസിനെ സ്വന്തം ജീവിതത്തിൽ പകർത്തുന്ന രീതിയിലാണ് ആ വിദ്യാഭ്യാസ നയം. ഇന്ത്യൻ്റെ രീതി അങ്ങനല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ച് സ്റ്റഡി ചെയ്യേണ്ടി വന്നു. ഒരു 10-12 കൊല്ലങ്ങളായിട്ട് സ്റ്റഡി തന്നെയാണ്, സ്റ്റഡി വിദ്യാർത്ഥി. അങ്ങനെ ഞാൻ ഓപ്പൺ ബി ആണ് ചെയ്തത്. 18 വയസ്സ് പൂർത്തിയാണ് ഓപ്പൺ ബി എ. അതിനൊരു കാരണമുണ്ട്. പക്ഷെ ഓപ്പൺ ബി എ ഒന്നും പറ്റില്ല. ഇനി ഒരു ലാബ് ടെക്നീഷ്യൻ എടുക്കണമെങ്കിൽ സയൻസ് 70% മാർക്ക് വേണം. അതും പറ്റില്ല. ലാബ് ടെക്നീഷ്യൻ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ സയൻറ്റിഫിക് നോളജുകൾ കിട്ടും. അതിൽ നിന്ന് അങ്ങനെ പൊക്കി നമുക്ക് പോവാമെന്ന്. അതും ശരിയാവില്ല. എന്താണ് ചെയ്യുക? പാർട്ട് 3 വരാം. ഓക്കെ. അങ്ങനെ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ദിവാകരൻ. അദ്ദേഹം മെഡിക്കൽ ഫീൽഡാണ്, മെഡിക്കൽ ടെക്നോളജിയാണ്, MSc മൈക്രോബയോളജിസ്റ്റാണ്. സ്വന്തമായി ലാബുണ്ട്. ഇപ്പോൾ വേറൊരു ലാബിലാണ് ഉള്ളത്. അദ്ദേഹമാണ് ഇലക്ട്രോഫോറസിസ് സ്റ്റഡി മെറ്റീരിയലായിട്ട് കൂടുതൽ കൊണ്ടുവന്നത്. അദ്ദേഹം റിപ്പോർട്ട് നല്ല റിപ്പോർട്ടാണ്. അദ്ദേഹത്തിന് ലാബിൽ പോയിട്ടിരിക്കും, സ്റ്റഡി ചെയ്യാനാണ്. എന്താ ചെയ്യുക? അങ്ങനെ ഒരു വർഷം ഒരുവിധ എല്ലാ ടെസ്റ്റുകളും എന്തിനു വേണ്ടി എടുക്കുന്നു. പിന്നെ അതിൻ്റെ ഇലക്ട്രോഫോറസിസ് ജെൽ പ്രോസസ്സിങ് എങ്ങനെയാണ്, ആൽഫ ബീറ്റ ഗാമ ടോട്ടൽ പ്രോട്ടീൻസ്, അതിൽ നിന്ന് ഓരോ പ്രോട്ടീൻസുകളും മൈനസ് ചെയ്ത് അതിൻ്റെ ടേംസുകൾ പഠിച്ചു. ഏകദേശം ഒരു ലാബറട്ടറി മെഡിസിൻ ബുക്സുകൾ സ്റ്റഡി ചെയ്തു. എനിക്കും പറ്റും ആത്മവിശ്വാസം. പക്ഷെ നാളും ഭയമുണ്ട്, നല്ല ഭയം. എന്തിന്? ഞാൻ ഏത് യൂണിവേഴ്സിറ്റിയിലും മെഡിക്കൽ ഫീൽഡ് പോയിട്ടില്ല. ജനം എപ്പോൾ വേണമെങ്കിലും ബുദ്ധിജീവികൾ കുത്തിപ്പൊക്കാം, ആ ഒരു ഭയം. എന്നാൽ ഞാൻ സ്റ്റഡി ചെയ്യാമല്ലോ, ഏത് പൗരനക്ക് സ്റ്റഡി ചെയ്യാമല്ലോ. ആ രീതിയിൽ ദിവാകരൻ ലാബിൽ ഒരു വർഷം സ്റ്റഡി ചെയ്തു. പിന്നെ ജീവിതത്തിൽ ജെനറ്റിക്സിലേക്ക് വരുന്ന ഒരു ട്വിസ്റ്റ് പോയിന്റ് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അത് ചുമ്മാ അങ്ങനെ തോന്നിയതാണ്. പക്ഷെ അതിനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. എങ്ങനെ എന്ന് പറഞ്ഞാൽ, ഈ ലാബിലുള്ള ടൈമിൽ തന്നെയാണ് ഒരു ഹസ്ബൻഡ് വൈഫ് നോക്കാൻ വേണ്ടി വന്നു. ഇത് അനക്ടോട്ടൽ ഫാലസി അല്ല കേട്ടോ. ഓക്കെ. അവർക്ക് കുട്ടികളില്ല, പക്ഷെ അവർ ചികിത്സയിൽ തന്നെയാണ്.
അപ്പോൾ അബോഷൻ അങ്ങനെ വന്നപ്പോൾ ഞാൻ വീഡിയോ താഴോട്ട് പോവാം. ഓക്കെ, ശരി. അവരോട് ചോദിച്ചു. പരിഹാരങ്ങളൊക്കെ ഒരുപാട് ചെയ്തു, ട്രീറ്റ്മെൻറ്റിലാണ്. ഈ ഭർത്താവിനോട് ചോദിച്ചു, നിങ്ങൾക്ക് വേറെ തമ്മിൽ എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ ഉണ്ടോ? അപ്പോൾ നിങ്ങൾ ജ്യോതിഷനല്ലേ, നിങ്ങളല്ലേ ഇങ്ങോട്ട് പറയേണ്ടത്. ഞാൻ കുറച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ആളാണ്. എന്താണെന്നറിയില്ല, അങ്ങനെ 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 അപ്പോൾ പിന്നീട് അവർ ഭാര്യേനെ വിളിച്ചു. ഭാര്യേൻ്റെ ചോദിച്ചു, ഭാര്യൻ വേറെ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല, എന്താണ് അങ്ങനെ തിരുമേനി അങ്ങനെ ചോദിക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഭർത്താൻ വേറെ എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പിരിമുറുക്കുകൾ നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നിങ്ങളെന്താ സൈക്കോളജിസ്റ്റാണോ എന്ന് ചോദിച്ചു. അങ്ങനെ സൈക്കോളജിസ്റ്റ് ഒന്നല്ല പറയാൻ കാരണം, ഐ നോട്ട് സൈക്കോളജിസ്റ്റ്. അപ്പോൾ സൈക്കോളജിസ്റ്റിന് പറയും, അപ്പോൾ ഒരു പൂജാരി, അതുകൊണ്ടാണ് പറയാത്തത്. ആ നിഗമനത്തിൽ എത്തി. പിന്നീട് ഇങ്ങനത്തെ കാഴ്ചപ്പാടുകൾക്ക് എന്തായാലും ഇനി വരും. ആ പ്രാക്ടിക്കലായിട്ട് പോയാൽ ഇങ്ങനെ ചോദിക്കുന്ന ഒരു സമൂഹം എന്തായാലും വരും, എനിക്കൊരു ബോധ്യപ്പെട്ടു. അപ്പോൾ BSc എനിക്കിനി സൈക്കോളജി പോകാൻ പറ്റില്ല, പക്ഷെ ഞാൻ ക്ലാസ്സുകൾ പോകും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സോമാസ്റ്റർ ഉണ്ട്. സോമാസ്റ്റർ അടുത്ത് ക്ലാസ്സുകൾ പോകും, എല്ലാ ക്ലാസ്സുകൾ പോകും. റിട്ടയർഡ് അധ്യാപകരുടെ അടുത്ത് ക്ലാസ്സുകൾക്ക് പോകും. പറയാൻ കാരണം ശാസ്ത്രീയത്തോട് പറയണം, എനിക്കൊരാഗ്രഹമാണ്, ഇഷ്ടമാണ്. സയൻസ് നല്ല ഇഷ്ടമാണ്, സയൻറ്റിസ്റ്റുകൾ നല്ല ഇഷ്ടമാണ്. മനസ്സ് ആത്മസുഖം കിട്ടും ശാസ്ത്രീയമായി പറയണതും ശാസ്ത്രീയമായി ചിന്തിക്കുന്നതും. പക്ഷേ എനിക്ക് ഇതിൽ കുടുങ്ങിപ്പോയല്ലോ, ഇതിലെന്ത് എങ്ങനെ, അതാണ്. ഓക്കെ, അങ്ങനെ ഡോക്ടർ ലോകേഷ് പരിചയപ്പെട്ടു. ഡോക്ടർ ലോകേഷ് എന്ന് പറയുന്നത് ഒരു കാര്യത്തിന് വേണ്ടി എന്തിനോ വന്നതാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ടായി. ഇപ്പം അദ്ദേഹം എറണാകുളമാണ്, ഓർത്തോ ഡോക്ടറാണ്. ഓക്കെ, അദ്ദേഹം ഹിപ്നോതെറാപ്പി സർട്ടിഫിക്കറ്റ് കോഴ്സ് ഉണ്ട്, ഫാമിലി കൗൺസിലിംഗ്. അപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞപ്പോൾ പറഞ്ഞ്, ഇത് നീ വെച്ചിട്ടുണ്ട് കൗൺസിലിംഗ് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. ക്ലാസ് ഉണ്ട് എറണാകുളം. ഒരു 8 കൊല്ലം മുൻപാണ് ക്ലാസ്സിന് പോയത്. 8 ഇയേഴ്സ്, 8 വർഷം ഇരിക്കും. ക്ലാസ്സിലേക്ക് പോയി, കുറേ സ്റ്റുഡൻസ് ഉണ്ടായി. അതൊരു യൂണിവേഴ്സിറ്റീൻ്റെ ക്ലാസ്സാണ്, സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും പഠിച്ചത് തന്നെയാണ്. അപ്പോൾ എനിക്കൊരു ധൈര്യം, ഇനി ജനങ്ങളിലേക്ക് പറയുമ്പോൾ ഇതൊന്ന് കാണിച്ചു കൊടുക്കാമല്ലോ, ഒരു ധൈര്യം കിട്ടി. അപ്പോൾ എനിക്ക് ജെനറ്റിക്സിനെ കുറിച്ചിട്ട് ഞാൻ തമിഴ് സയൻസ് അക്കാഡമിയിൽ ക്ലാസ്സുകളുണ്ട്, അതെല്ലാം പഠിച്ചപ്പോൾ അപ്പോൾ ആൾറെഡി പ്രോഗ്രാമിംഗ് ആണത്. പിന്നെ ന്യൂറോൺസുകളും ബ്രെയിൻ കെമിസ്ട്രിയും സ്റ്റഡി ചെയ്തപ്പോൾ ഇതിലെന്തോ ചില ഇൻഫർമേഷൻസുകളുണ്ട്. അപ്പോൾ ആൾറെഡി പ്രോഗ്രാമിംഗ് ആണിതെല്ലാം കണ്ടെത്തി. പക്ഷേ
പുരാതന കാഴ്ചപ്പാടല്ല സയൻസിൻ്റെ കാഴ്ചപ്പാട്. പാർട്ട് 3 വരാം. പാർട്ട് 3 അങ്ങനെ ലാബ് വിഷയത്തിൽ അങ്ങനെ ബ്രെയിൻ കെമിസ്ട്രി സ്റ്റഡി ചെയ്തു, കൗൺസിലിംഗ് സ്റ്റഡി ചെയ്തു. അതിൽ കൂടാതെ ന്യൂട്രീഷൻ ഡയറ്റീഷ്യനും റെഫർ ചെയ്തു. ഇതെല്ലാം കൂടി കോഡ് ചെയ്യുമ്പോൾ ഒരു വ്യക്തി എൻ്റെ അടുത്ത് വന്നാൽ ഉനക്ക് എല്ലാ വിഷയങ്ങളും ശാസ്ത്രീയമായി കൊടുക്കാൻ പറ്റും. ആ ഒരു അറിവ് കിട്ടി. നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് വരാം. കർമ്മദോഷം, പൂർവജന്മദോഷം എന്ന് പറയുന്നത് അന്ധമായ കെട്ടുകഥയാണ്. ഇപ്പം നിങ്ങൾ എന്നെ ജനിച്ച പാട് എൻ്റെ അമ്മ ഒരു അസ്ട്രോളജിയുടെ അടുത്ത് പോവുകയാണ്. അപ്പോൾ അദ്ദേഹം 42 യോഗങ്ങൾ പറഞ്ഞു. ഇന്നെന്ന യോഗങ്ങൾ അനുഭവിക്കും, ഇന്നെന്ന വിഷയങ്ങൾ അനുഭവിക്കും, ഇനി ഭാവിയിൽ എങ്ങനെ ഉണ്ടാവും, എല്ലാം ഒരു ഏകദേശം എല്ലാം എഴുതി വാങ്ങിച്ചു. വേറെ അസ്ട്രോളജി പോയി ഇത് തന്നെ, അതങ്ങനെയല്ലേ വരിക. എൻ്റെ അമ്മ ഒരു സ്വാതന്ത്ര്യ ചിന്തകയാണ്. ഫ്രീ വിൽ എങ്ങനെയാണ് ജ്യോത്സ്യത്ത് പോകണം ചോദിക്കരുത്, പരീക്ഷണത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അപ്പം തന്നെ എന്നെ കൊണ്ടുപോയിട്ട് സൗത്ത് ആഫ്രിക്ക കാട്ടിൽ വിട്ട് ഈ ഫലങ്ങളൊന്നും അനുഭവത്തിൽ വരില്ല. ഈ ഫലങ്ങൾ വരണമെങ്കിൽ നിങ്ങൾ കേരളത്തിൽ തന്നെ ജീവിക്കണം. പറയാൻ കാരണം ഇതിൻ്റെ ഭാഗികമായ ആപ്പ് സ്പ്രിങ് സബ്ജക്റ്റീവ് ഇൻഫർമേഷൻസ് നിങ്ങൾ നിറഞ്ഞു കിടക്കുകയാണ്. പണം നിങ്ങളടുത്തുണ്ട്, ഭക്തിക്ക് ഒരു അമ്പലം, ഒരാളെ നശിപ്പിക്കാൻ മൈൻഡ് സെറ്റിങ്സ് ഉണ്ട്, പരദോഷണം പറയാൻ ഒരാളുണ്ട്, നിങ്ങളെ സ്നേഹിക്കാൻ ഒരാളുണ്ട്. ഈ സമൂഹത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇവരായിട്ട് നിങ്ങൾ ബന്ധം പുലർത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അവർ പറയുന്ന ഫലം അനുഭവത്തിൽ വരും. ഇത് സ്റ്റേറ്റ്മെൻറ്റാണ്. ഒരു സയൻസ് എവിടെ നിന്നും പരീക്ഷണം നിരീക്ഷണം ചെയ്താലും അതിൻ്റെ റിപ്പോർട്ട് എവിടെ നിന്ന് പരിശോധിച്ചാലും ഒരേപോലെ ഇരിക്കണം. അതാണ് സയൻസ്. അപ്പോൾ എങ്ങനെയാണ് പാരമ്പര്യദോഷം ബാധിക്കുന്നതെന്ന് കുറേ കാലം റിസർച്ച് ചെയ്തു. ഒരുപാട് റിസർച്ച്, ഉറങ്ങാത്ത രാത്രികൾ, സ്റ്റേറ്റ്മെൻറ്റുകൾ, കുറേ ബുക്സുകൾ, ജീനുകൾ, ക്രോമസോംസുകൾ, പാറ്റേൺ ജീൻസുകൾ, ആക്റ്റീവ് ജീനുകൾ, ജീൻ മാപ്പിങ്ങുകൾ, ഇൻഫർമേഷൻ ജീൻ, പ്രൊസീജിയർ മെമ്മറി, നമ്മളുടെ പാരമ്പര്യം, ലോഡ് മെമ്മറീസ്, നമ്മൾ ബോഡിയിൽ ഓരോ പാർട്ടുകളും എങ്ങനെ ഉണ്ടായി, അതിൻ്റെ പരിണാമം എങ്ങനെ ഉണ്ടായി, ഇങ്ങനെയൊക്കെ കുറേ സ്റ്റഡി ചെയ്തപ്പോൾ പ്രോഗ്രാമിങ്, ഇപ്പോൾ നിങ്ങൾക്ക് അച്ഛൻ്റെ സ്വഭാവം നിങ്ങൾക്കുണ്ട്, മുഴുവനല്ല, കുറച്ചൊക്കെ. അമ്മേൻ്റെ സ്വഭാവം നിങ്ങൾക്കുണ്ട്, കുറച്ച്. അച്ഛൻ്റെ സ്വഭാവം നിങ്ങൾക്കുണ്ട്, കുറച്ച്. ഈ കുറച്ചുള്ള വിഷയത്തിൽ എന്തൊക്കെയാണ് സോഫ്റ്റ്വെയർ? അതിൽ സാമ്പത്തികമുണ്ട്, അടി ഡിഷുമുണ്ട്, പ്രദോഷണങ്ങളുണ്ട്, നിങ്ങൾ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് ഉണ്ട്, സ്മെല്ലുണ്ട്. ഇപ്പം നിങ്ങൾക്ക് അമ്മയ്ക്ക് മുല്ലപ്പൂവാണ് ഏറ്റവും ഇഷ്ടം. അതിൻ്റെ ആ അമ്മേൻ്റെ ഇൻഫർമേഷൻ നിങ്ങൾ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ മുല്ലപ്പൂവാണ് കൂടുതൽ സ്നേഹമുണ്ട്. ചിലപ്പോൾ നിങ്ങൾ അനിയനക്ക് റോസോടായിരിക്കും. അങ്ങനെ എല്ലാത്തിനും ഒരു ആപ്പ് സ്പ്രിങ് നിങ്ങൾക്കുണ്ട്. ഈ ആപ്പ് സ്പ്രിങ്ങിന് നിങ്ങളിലേക്ക് വരുമ്പോൾ നമ്മളുടെ ഇതാണ് ഫ്രണ്ടൽ ലോബ്. ഈ ഫ്രണ്ടൽ ലോബിൽ പൊസ്റ്റീരിയൽ വെച്ചാൽ ബാക്കിലുള്ളത്, ആൻറ്റീരിയൽ മുന്നിലുള്ളത്. ഇത് ഈ ഇടത്തെ ഭാഗത്ത് ബ്രെയിനിൻ്റെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, വേണമെങ്കിൽ ചേർപ്പിടങ്ങൾ എന്ന് പറയാം.
ഞാൻ, എൻ്റെ വസ്ത്രം, എൻ്റെ തീരുമാനങ്ങൾ എല്ലാം എൻ്റെ. ഇത് എങ്ങനെയാണ് ഈ ഭാഗം എൻ്റേതെന്ന് കണ്ടെത്തിയത്? ഇത് വലത്തെ ഭാഗം ഔട്ട്പുട്ട് ആണ്. ഇത് MRIയിൽ നിന്നും ഓരോരോ ന്യൂറോൺസുകളും ടെസ്റ്റുകളിലും നിരീക്ഷണം ചെയ്തു ഓരോരോ ഭാഗങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് കണ്ടുപിടിച്ചത്. ഇത് 4 ലോബുകളാക്കി. ഇത് പാർട്ടിയൽ ലോബ്, ഇത് ഓക്സിപിറ്റൽ ലോബ്, ഇത് ടെമ്പറൽ ലോബ്, ഇത് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ്, ലിംബിക് സിസ്റ്റം. ഇത് വലിയ ഒരു ഡീഫോൾട്ട് നെറ്റ്വർക്ക് സിസ്റ്റമാണത്. ഈ സിസ്റ്റത്തിൽ നിങ്ങൾ പാരമ്പര്യം കോഡ് വരുമ്പോൾ അത് നിങ്ങളായി മാറും. എങ്ങനെയാണ് നിങ്ങളാവുന്നത്? കൺവേർട്ടാവും. പൂർവികർ പറഞ്ഞിരുന്നത് നേരിട്ട് ബാധിക്കുന്ന ഇല്ല, നിങ്ങൾ ബോധത്തോടു കൂടിയാണ് ചെയ്യുന്നത്. എപ്പിസോഡിക് മെമ്മറി, ബ്രെയിനിലെ റിവാർഡ് സിസ്റ്റം, ഓക്കെ. ഇപ്പോൾ നിങ്ങൾ സിനിമ കാണാൻ വേണ്ടി പോവുകയാണ്. നിങ്ങളോട് ചോദിക്കുമ്പോൾ പറയും ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ പോകുന്നത്. പക്ഷേ ആ 2.5 മണിക്കൂറും നിങ്ങൾ ആ സിനിമേൻ്റെ ഒരാളായി തീരും. പിന്നെയാണ് നിങ്ങൾ ബോധപ്പെടുക ഇത് സിനിമയാണ്. ഇതാണ് തർപ്പണ നാഡികോശം, മിറർ ന്യൂറോൺസ്. ഈ മിറർ ന്യൂറോൺസ് നിങ്ങൾക്കുള്ളത് കൊണ്ട് പാരമ്പര്യം ഇൻഫർമേഷൻസുകൾ നിങ്ങളെ കൺവേർട്ട് ചെയ്യും. ആ 2.5 മണിക്കൂർ നിങ്ങൾ അതായി തീർന്നത് പോലെ ഇത് നിങ്ങൾ പാരമ്പര്യമായി തീരും. പക്ഷെ നിങ്ങളുടെ ബ്രെയിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇൻഫർമേഷനാണ് അറിയില്ല. നിങ്ങളെല്ലാം നിങ്ങളുടെ സ്വഭാവം പോലെ പ്രവർത്തിക്കും. ഇതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അടുത്ത് വരുന്ന അല്ലെങ്കിൽ ജോത്സ്യനടുത്ത് പോകുന്ന നിങ്ങൾ ഇതെല്ലാം ചെയ്ത് കൂട്ടിയിട്ടാണ് പോകുന്നത്. ആ രീതിയിലാണ് ഇതിൻ്റെ സിസ്റ്റം, എൻകോഡ് സിസ്റ്റം. ഇത് നാം മനസ്സിലാക്കിയിട്ട് നിങ്ങളോട് എങ്ങനെയാണ് ദോഷം വിളിച്ച് പറയുക. പക്ഷെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണ്ടേ? അടുത്ത പാർട്ടിലേക്ക് വരും. ഓക്കെ, പാർട്ട് 4. ഇതെങ്ങനെയാണ് നിങ്ങളോട് അനുസരിച്ച് പറയുക. അപ്പോൾ പാരമ്പര്യമുണ്ട്, അത് നേരിട്ട് ബാധിക്കില്ല, കൺവേർട്ടാവും. പക്ഷെ കൺവേർട്ടാവുന്ന വിഷയം നമ്മൾ പൂർവികർക്ക് അറിയില്ല. പറയാൻ കാരണം ന്യൂറോ ബയോളജി ഏകദേശം 10-15 കൊല്ലമായിട്ടുള്ളൂ ഇങ്ങോട്ട് ബ്രെയിൻ ഓരോ ന്യൂറോൺസുകളുടെ പ്രവർത്തനങ്ങളെ അവർ പഠിച്ചു വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് അടുത്ത സിസ്റ്റം എന്താണ്? നിങ്ങളിൽ ഈ 12 ഭാവം മനുഷ്യൻ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ജീവിക്കണമെന്നാണ്. കാടുകളിൽ ജീവിച്ച ഓഫ്സ്പ്രിങ്ങും ഉണ്ട് കേട്ടോ, എല്ലാം ഉണ്ട്. എല്ലാം കൂടി ഒരു സാമ്പാറാണ്. ഓക്കെ, അപ്പോൾ വസ്ത്രം, ഇതിൻ്റെ ഒരു സെൻസ് നിങ്ങൾക്കുണ്ട്. ആൾറെഡി വസ്ത്രത്തിൻ്റെ സെൻസ് ജീൻ കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുളി, അച്ഛൻ കുളിച്ച രീതി, അമ്മ കുളിച്ച രീതി, ഇങ്ങനെ ഓരോരുത്തരും അതും കോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാ മൂവ്മെൻറ്റ്സുകളും കോഡുകളുണ്ട്.
അതാണ് ജെനറ്റിക് മെമ്മറി. ഇതെല്ലാം ആപ്പ് സ്പ്രിങ്ങുകളായിട്ടാണ് നിൽക്കുന്നത്, മുഴുവനുമല്ല. അതെന്താണല്ല, അങ്ങനെയാണത്. നമ്മൾ തെളിവ് ഉണ്ടാക്കണമല്ലോ. തെളിവ് എവിടെയും നമ്മൾ അവിടെ എത്തണം. തെളിവുകൾ ഉണ്ടാക്കാനേ പാടില്ല. നമ്മൾ തെളിവുള്ള സ്ഥലത്ത് നമ്മൾ എത്തിപ്പെടണം. അപ്പോൾ ഓക്കെ, മനസ്സിലായി. അപ്പോൾ ഇത് എനിക്ക് നിങ്ങളുടെ DNA ടെസ്റ്റ് ചെയ്തിട്ട് ഒരു മോളിക്കുലർ ബയോളജിസ്റ്റും അടുത്ത് വെച്ചിട്ട് ഒരു ബയോടെക്നോളജിസ്റ്റും വെച്ചിട്ട് നിങ്ങളുടെ ജീൻ എനിക്ക് മാപ്പ് ചെയ്ത് ഏത് വിഷയത്തിലാണ് എന്തെന്ത് വിഷയത്തിലാണ് എനിക്ക് ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അതെനിക്ക് ഒരുപാട് ടൈം, ഒരുപാട് പ്രോസസ്സിങ്, ഒരുപാട് ടെക്നോളജികളൊക്കെ ഉണ്ട്. അത് സാധ്യമേ ഇല്ല, 1% സാധ്യം. അതിൽ കണ്ടെത്തിയ മെത്തേഡാണ്. ഇതിൽ അനക്ഡോട്ടൽ ഫാലസികളൊന്നും കൊണ്ടുവരില്ല, നിങ്ങളുടെ അനുഭവങ്ങൾ ഞാനിലേക്ക് കൊണ്ടുവരില്ല. നിങ്ങളല്ലേ മനഃപൂർവ്വമായിട്ട് ചെയ്യുന്നത്, പിന്നെ എങ്ങനെ അനുഭവം പറയാം? ഓക്കെ, അനുഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ഈ ടെമ്പറൽ ലോബ്, ഇൻപുട്ട് സെൻസാർ, ഇവിടെയാണ് ഇൻപുട്ട് സെൻസാർ. ഈ ഭാഗമൊക്കെ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചിട്ടുള്ള ധാരണ. ഓക്കെ, അങ്ങനെ അവരോട് സ്ഫുടം ചെയ്യും. ഈ സ്ഫുടം ചെയ്യുന്ന രീതി എങ്ങനെയാണ്? സാധാരണ ജ്യോതിഷത്തിൽ സൂര്യന് ചുറ്റി വന്ന ഗ്രഹത്തിനെയാണ് അതിലെ രാശി ഭാഗ കളികളാക്കി എടുക്കുന്നത്. ഞാൻ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. പക്ഷെ ഇതിൽ ഇൻഫർമേഷൻസുകൾ കിട്ടും. ഈ ജെനറ്റിക്സിൻ്റെ പിതാവ് എന്ന് പറയുന്നതാണ് മെൻഡൽ. അറിയാം, ഈ ഫിസിക്സിൽ ആൽബർട്ട് ഐൻസ്റ്റീനെ പോലെ. ന്യൂട്ടൺ ആണോ ഐൻസ്റ്റീൻ ആണോ? ഓക്കെ, സംശയം. ഓക്കെ, ജെനറ്റിക്സിൻ്റെ തന്തയാണ്, പിതാവാണ് മെൻഡൽ. മെൻഡലാണ് ജെനറ്റിക്സിനെ കുറിച്ച് റിസർച്ച്. അദ്ദേഹം ഒരു മാത്തമാറ്റിക്സനായിരുന്നു, പിന്നെ അതിലേക്ക് കടന്നുപോയി. പക്ഷെ അതെല്ലാം മാത്സിലാണ് അദ്ദേഹം കൊണ്ടുവന്നത്. ഇൻഫർമേഷൻസ് മുഴുവൻ. പക്ഷേ ആ ബുക്ക് ഇറക്കിയപ്പോൾ ആർക്കും മാത്സ് പിടുത്തം കിട്ടുന്നില്ല. പക്ഷെ അദ്ദേഹം പ്രാക്ടിക്കൽ എക്സ്പെരിമെൻ്റ് ചെയ്തപ്പോൾ കിട്ടി. അപ്പോൾ എനിക്ക് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ഇൻഫർമേഷൻ എടുക്കാൻ ഈ ഒരു കണക്കൊരു ലോജിക്കായിട്ട് ഉപയോഗിക്കുന്നതിന് മാത്രം, അല്ലാണ്ട് സൂര്യൻ ചുറ്റുന്ന ഗ്രഹത്തിൻ്റെ സ്ഫുടം വെച്ചിട്ട് ഒരു കാര്യം ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ ഇത് കുറച്ച് ശാസ്ത്രീയമായിട്ട് ചെയ്യണമെങ്കിൽ അത് ലാബ് അടിസ്ഥാനത്തിലായിരിക്കണം. ഇപ്പം നിങ്ങൾ ബ്ലഡിൽ സൾഫർ ഹൈ ലെവലാണ്. ഇപ്പോൾ നിങ്ങൾ എല്ലാത്തും ദേഷ്യപ്പെടുന്ന ആളാണോ? ടെൻഷൻ അടിക്കണം? യെസ്, സൾഫർ ന്യൂട്രലായ. അപ്പോൾ ന്യൂട്രലായി. കെമിക്കോ, സൈക്കോ, ഫിസിക്കോ, ആ രീതിയിലാവണമെങ്കിൽ ടെക്നോളജികൾ വളരണം. എനിക്കതിൻ്റെ അതന്നെ. അപ്പം ഞാൻ ഈ മെത്തഡ് ഉപയോഗിച്ച് ഈ സ്ഫുടങ്ങളെ വെച്ച് അത് വർക്കൗട്ടായി. അങ്ങനെ എല്ലാ വിഷയങ്ങളും, സാമ്പത്തികമാവാം, ഏത് വിഷയങ്ങളുമാവാം, വർക്കൗട്ടായി. പക്ഷേ അത് അവർ ചർച്ച ചെയ്തിട്ടാണ് അതിൽ കണ്ടെത്തുന്നത്. അപ്പോൾ ഒരാൾ വന്ന് എല്ലാം കിട്ടും, എല്ലാം ശാസ്ത്രീയമായിരിക്കണം. അത് കൺവെർട്ട് തിയറിയാണ് പറഞ്ഞു കൊടുക്കുകയും വേണം. ആ രീതിയിലാക്കിയപ്പോൾ ഇപ്പോൾ നിങ്ങൾ മെൻ്റലി പ്രശ്നമാണെന്നുണ്ടെങ്കിൽ വേറെ ഒരു സൈക്കോളജിസ്റ്റെ കാണണം. സെക്സ്വൽ പ്രശ്നമുണ്ടെങ്കിൽ സെക്സ് സൈക്കോളജിസ്റ്റെ കാണണം. അങ്ങനെ ഇത് ഓരോ ഭാഗങ്ങളുണ്ട്. ഈ 12ഉം ഒന്നാക്കി അതിൽ കുറച്ച് ജെനറ്റിക്സിനെ കൊണ്ടുവന്ന്, ജെനറ്റിക്സ് ഉണ്ടല്ലോ, ജീൻസ് ഇൻഫർമേഷൻ കൺവേർട്ട് ഡിവൈസ്, ഒരു ഇൻഫർമേഷൻസ് ആണ് ജീൻ. ആ ഇൻഫർമേഷൻ എല്ലാം കളക്ട് ചെയ്ത് എല്ലാം കൂടി ഒരു കളക്ട് ചെയ്ത് വരുമ്പോൾ അവനക്ക് വേണ്ടതെല്ലാം
ഏത് വിഷയവും കൊടുക്കാൻ പറ്റും ഒരു അറിവിലേക്ക് എത്തി. അതിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷേ ഇത് അംഗീകരിക്കപ്പെടണം യൂണിവേഴ്സിറ്റി തലത്തിൽ. അതാണ്. അപ്പോൾ ഇതിൽ എന്തു ചെയ്യണം? അടുത്ത പാർട്ടിലേക്ക് വരാം. ഇത് അംഗീകരിക്കപ്പെടണം. ഇത് ഞാൻ മരുന്ന് കൊടുക്കുന്നതല്ല. അഡ്വൈസിങ്, മെഡിക്കൽ അഡ്വൈസിങ്, ജനറ്റിക് അഡ്വൈസിങ്, എക്കണോമിക്കൽ അഡ്വൈസിങ്, എല്ലാം ഫാമിലി അഡ്വൈസിങ്, ഇതിൽ ഈ രീതിയിലാണ് നോക്കുന്നത്. മരുന്ന് പ്രയോഗമല്ല, മെഡിസിൻ പ്രയോഗമല്ല. പറയാൻ കാരണം, ഇപ്പോൾ വേറൊരു അസ്ട്രോളജി എടുത്ത് പോവാണ്. അവർ പറയാ കുട്ടികൾ ആവില്ല, സന്താന ദോഷങ്ങളുണ്ട്, കുട്ടികളാവില്ല. അപ്പോൾ അവർ എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ മനുഷ്യനെ ബാധിക്കില്ല, ഷുവർ. പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? അവർ ബുക്കിൽ നിന്ന് വായിച്ചതാണ് പറയുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? മറ്റുള്ള ലോക്കായി വരുന്നവർക്ക് അതിൻ്റെ ശാസ്ത്രീയ വശത്തിലേക്ക് നയിക്കപ്പെടും. അവർക്ക് പെട്ടെന്നൊന്നും ഡോക്ടർമാരെ കാണില്ല. ഈ മെത്തഡിൽ വേഗം അവർ ഡോക്ടറെ കാണും. എങ്ങനെ? അപ്പോൾ ഇവർക്ക് അത് ക്ലാരിഫിക്കേഷൻ കൊടുക്കണം, അത് ശാസ്ത്രീയമായിരിക്കണം. അപ്പോൾ ഞാൻ അവർക്ക് ടെസ്റ്റുകൾ എഴുതി തരും. ഞാൻ ഒരു ഡോക്ടർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ പറയും സെൽഫായിട്ട് എടുത്താൽ മതി. അപ്പോൾ അവരുടെ സ്പെയിം ടെസ്റ്റ്, സ്പെയിം കൾച്ചർ, പുരുഷനുണ്ടെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺ, ആക്സിറ്റോസിൻ, വേറെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ടെസ്റ്റുകൾ, ഇതെല്ലാം എഴുതി കൊടുക്കും. എഴുതി കൊടുത്തിട്ട് വരും റിസൾട്ടെല്ലാം ഓക്കെയാണ്. പിന്നെ എന്തിനാ പേടിക്കുന്നത്? കുട്ടികളാവും. ശാസ്ത്രീയ വിഷയത്തിൽ കൂടി ഒരു ഭയത്തിനെ മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി അതിൽ കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പറയും. ആയുർവേദത്തിൽ ഹോമിയ, യുനാനി മറ്റ് ഒരു ചികിത്സയുമില്ല, മോഡേൺ മെഡിസിൻ തന്നെയാണ്. ഞാൻ പൈറ്റോകെമിസ്ട്രി സ്റ്റഡി ചെയ്തപ്പോൾ ആയുർവേദം സിദ്ധ പറ്റില്ല, ഹോമിയന് കെമിസ്ട്രീൻ്റെ അടിത്തളമില്ല, നെവർ. മോഡേൺ മെഡിസിൻ അതേ ഉള്ളൂ. മറ്റേ മെഡിസിനും മോഡേൺ മെഡിസിൻ പറഞ്ഞ രീതിയിൽ വരണം, അത് വരില്ല. വന്നെല്ലാം മോഡേൺ മെഡിസിൻ ആവില്ലേ. വൈദ്യം ഒന്നേ ഉള്ളൂ, ശാസ്ത്രീയ ചികിത്സ, അതിലേക്ക് വിടും. ഇപ്പോൾ ചില ആൾക്കാർ എൻ്റെ അടുത്ത് പറയും, കല്യാണം കഴിച്ചാൽ ഭാര്യ ഭർത്താക്കൾ പിരിയും. ഭാര്യ ഭർത്താക്കൾ പിരിയുന്നത് രണ്ട് വിഷയത്തിലാണ്. 70%. ഒന്ന് സാമ്പത്തികപരമായി, ഒന്ന് സെക്സ്വൽ. സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ കോഡ് ചെയ്തെടുക്കും. സാണക്യൻ സൂത്രങ്ങൾ, കുറച്ച് സാമ്പത്തിക സൂത്രങ്ങൾ, കുറച്ച് എക്കണോമിക്കലായി കുറച്ച് സൂത്രങ്ങളൊക്കെ എടുക്കും. പിന്നെ സെക്സ്വൽ ഫിറ്റ്നസ്സിന് ക്ലാസ് എടുക്കും. ക്ലാസ് എടുത്തിട്ട് കല്യാണത്തിന് മുൻപായിട്ട് ഒരു സെക്സ് സൈക്കോളജിസ്റ്റ് അടുത്ത് പോകണം. പരിണാമപരമായും ഒരു സ്ത്രീയുടെയും പുരുഷൻ്റെയും സെക്സ്വൽ ഘടകം ഒന്നല്ല, നാച്ചുറൽ ആർക്കിസം സംഭവിക്കുന്നത്. അപ്പോൾ സെക്സ് സൈക്കോളജിസ്റ്റ് ഡോക്ടറെ അടുത്ത് പറഞ്ഞയക്കും. യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അങ്ങനെയാണ്, പക്ഷേ ഇന്ത്യൻ രാജ്യങ്ങളിൽ അതില്ല. മിക്കവാറും പ്രശ്നങ്ങൾ ഇത് തന്നെയാണ്. പിന്നെ അങ്ങനെ ആ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി ഭാവി തിരുമേനി ഇപ്പോൾ ജോലി പ്രശ്നമാണ്, അത് ഭാവം വെച്ച് കണ്ടെത്തും, മറ്റു രീതിയിലല്ല. അപ്പോൾ അവർക്ക് 3-4 സ്റ്റെപ്സുകൾ പറഞ്ഞുതരും. ഇപ്പം നിങ്ങൾക്കൊരു മാസം ഒരു 80,000 രൂപ വേണം.
ഓക്കെ, നിങ്ങൾ കിട്ടുന്ന 60,000 രൂപയാണ്. ഒരു 10,000 റുപ്പീസ് സേവിങ്സിലേക്ക് ഇടണം. പക്ഷെ നിങ്ങൾക്ക് നഷ്ടമാണ്, വേറെ ജോലിക്ക് നിങ്ങൾക്ക് പോകാനും പറ്റില്ല. അപ്പോൾ എന്തു ചെയ്യണം? ആ ജോലി നിർത്തിക്കൊണ്ട് സൈഡിൽ വേറെ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ ഓപ്പറേഷൻ മാർക്കറ്റിംഗ്, കമേഴ്ഷ്യൽ മാർക്കറ്റിംഗ്, എക്കണോമിക്കൽ മാർക്കറ്റിംഗ് പറഞ്ഞു തരും. നമുക്ക് എന്ത് ഇഷ്ടമാണോ അതല്ല വിഷയം. ജനങ്ങൾക്ക് എന്താണ് ആവശ്യം അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ചൈനീസ് സിസ്റ്റം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവൻ എവിടെ ധനമുണ്ടോ അവൻ അവിടെ ഉണ്ടാവും. ഇന്ത്യൻ സിസ്റ്റത്തെ പ്രകാരം MBA പഠിച്ച് മരിക്കണവരെ MBA, ഇലക്ട്രീഷ്യൻ മരിക്കണവരെ ഇലക്ട്രീഷ്യൻ. ഇത് പഠിച്ച് ഇതെല്ലാം ചെയ്യുള്ളൂ, ആ ഒരു ധാരണ ഉണ്ട്. അതുകൊണ്ട് എക്കണോമിക്കൽ നമുക്ക് വളരാൻ കഴിയില്ല. ആ വിഷയത്തിലൊക്കെ ഒരു വ്യത്യാസം ഉണ്ടാകും. ഇറ്റ്സ് സാമ്പത്തികമായി, ന്യൂട്രീഷനായി, ഡയറ്റീഷ്യനായി, പിന്നെ അഡ്വാൻസ്ഡ് ടെസ്റ്റുകൾ അത് എഴുതും. പറയാൻ കാരണം വേറെന്തെങ്കിലും ഡിസീസുകൾ വരാൻ പോകുന്നുണ്ടെങ്കിൽ അത് എഴുതും. അതൊരു 3 മാസം വാച്ച് ചെയ്യാൻ വേണ്ടി പറയും. പിന്നീട് ആ ടെസ്റ്റ് എടുപ്പിക്കാൻ പറയും. ക്ലിയറായി. അങ്ങനെ 12 വിഷയങ്ങളും കൈകാര്യം ചെയ്യുമ്പോൾ അവൻ പൂർണ്ണമായി. പിന്നെ വേറൊരു ജ്യോതിഷൻ്റെ അടുത്ത് പോവുമില്ല, എൻ്റെ അടുത്ത് വരുമില്ല. ആ രീതിയിൽ ശ്രമിക്കും. ഈ രീതിയിലാണ് ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് 12 വിഷയങ്ങൾ നമുക്ക് ആവുമ്പോൾ നിങ്ങൾ സാധാരണ ജീവിതത്തിൽ 12 വിഷയം നിങ്ങൾ കിട്ടില്ല. 1-2 പിന്നെ ഫുള്ളും നിരാശനായിട്ടാണ് നിങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ് ചെയ്യുമ്പോൾ എനിക്ക് ഈ ഫീൽഡിനെ കൊണ്ട് ഒരു വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റുന്ന ആത്മവിശ്വാസം വരാൻ തുടങ്ങി. അടുത്ത പാർട്ടിലേക്ക് ഒന്ന് പോവാം. അപ്പോൾ ശരിയായി. അപ്പോൾ ഇത് അംഗീകാരം വേണമെങ്കിൽ എന്തു ചെയ്യണം? കാണുന്നവർ ഈ മെത്തേഡ്, നല്ല മെത്തേഡ്, ജെനറ്റിക്സിനെ കുറിച്ചിട്ട് പറയുമ്പോൾ മനുഷ്യൻ പരിണാമപരമായും അന്ധവിശ്വാസിയാണ്. ഓക്കെ. 2, പാവപുണ്യം നാച്ചുറലിൽ ഇല്ല. ഞാൻ പലതവണയും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. പരിണാമം പഠിച്ച ശേഷം, ജെനറ്റിക്സ് മനസ്സിലാക്കിയ ശേഷം, ന്യൂറോബയോളജി സ്റ്റഡി ചെയ്ത ശേഷം ആണ് ഈ അറിവ് എനിക്ക് കിട്ടിയത്. സംശയമൊന്നുമില്ല. പക്ഷെ നമ്മൾ പൂർവികർ ശരിക്കും ഒരു ഗോത്ര സംസ്കാരമാണ്. ട്രൈബലിസം സ്റ്റഡി ചെയ്തുമ്പോഴാണ് ഇത് മനസ്സിലായത്. അപ്പോൾ പാവപുണ്യം മനുഷ്യ മസ്തിഷ്കത്തിലുണ്ട്. പറയാൻ കാരണം അങ്ങനെയായി തീർന്നു. നാച്ചുറലിൽ പാവപുണ്യമില്ല. നിങ്ങൾ ഒരു ഹൈ വോൾട്ടേജ് കറണ്ടിനെ യോഗി തൊട്ടാലും ഷോക്കടിക്കും, നിരീശ്വരവാദി തൊട്ടാലും ഷോക്കടിക്കും, ഞാൻ തൊട്ടാലും ഷോക്കടിക്കും. അപ്പോൾ അവിടെ പ്രോസസ്സിംഗ് ആണ്, അവിടെ ബുദ്ധിമണ്ഡലമല്ല. അതിൻ്റെ എനർജി നിങ്ങളുടെ ബ്രെയിൻ അടിച്ചു പോകും, ഫീസ് ഊരിപ്പോവും. അപ്പോൾ അതിന് പാവപുണ്യമില്ല, അത് പ്രോസസ്സിംഗ് ആണ്. നാച്ചുറൽ പദാർത്ഥവും ഊർജവും അത്രയും. അതിന് നോ തിങ്, നോ തോട്ട്സ്, നോ പെണ്ണ്, നോ ആണ്, നോ ജാതി. ബേസിക് അങ്ങനെയാണ്. മനുഷ്യനുക്കാണ് പാവപുണ്യങ്ങൾ, ഗോത്ര സംസ്കാരമാണ്. ആ രീതിയിൽ ശരികൾ തെറ്റുകൾ, അതങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇതാണ് ശരി, അതാണ് ശരി, ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ ജീൻ നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ തന്നെ വളർന്നു പോവുകയാണ്. ഇതിൻ്റെ വളർച്ച ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ആ തിരിച്ചറിവിലേക്ക് ഞാൻ കൊണ്ടുവരും. എന്നാൽ
അവൻ സ്നേഹമുള്ളവനായും തീരുകയും ചെയ്യും. പറയാൻ കാരണം പ്രപഞ്ചം ഇതെല്ലാം കാണുമ്പോൾ എന്തൊക്കെയാണ്, വസ്തുനിഷ്ഠമായി സ്റ്റഡി ചെയ്താൽ ഇതെല്ലാം വട്ടപൂജ്യമാണ് എന്നും മനസ്സിലാക്കി ജീവിക്കുന്നവൻ എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റും. നിസാരവൽക്കരിച്ചുകൊണ്ട് അവൻ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകും. അവനക്ക് ദൃഢബോധം വന്നു. ഇത് കുറച്ച് കാലമാണ്, ഇതൊന്ന് തളർന്ന വരെ ഉണ്ടാവും. പിന്നെ അവൻ നെഗറ്റീവിൽ തന്നെയൊക്കെ പോകും. പറയാൻ കാരണം ഈ ഡീഫോൾട്ടിങ് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു. ആ ദൃഢബോധം വന്നാൽ അവൻ എല്ലാവരും ഹാപ്പി ആക്കും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ജീൻ അത് കോഡ് ചെയ്യും. അടുത്ത തലമുറയ്ക്ക് കൺവേർട്ട് ആകുമ്പോൾ അവൻ തുടർന്ന് ചെയ്യും. ഒരു റിപ്ലിക്കേഷൻ ട്രാൻസാക്ഷനാണ് ഇതെല്ലാം. ഡിസ്ക്രിപ്ഷൻ, അതിൽ നിന്ന് ഒരു മാറ്റം വരുത്തും. ഇത് എങ്ങനെയാണ് ബാധിക്കുന്നത്, എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക, ആ രീതിയിൽ. അപ്പോൾ നിങ്ങൾക്ക് ബാങ്ക് ലോൺ പാസ്സാവും, നല്ല ഫുഡും കഴിക്കും, എങ്ങനെ ഫ്ലെക്സിബിലിറ്റി ആവാനുള്ള അറിവും കിട്ടും. ഏതൊക്കെയാണ് ഫുഡ്, എനിക്ക് ഹൈറ്റ് വെയിറ്റ് എത്രയാണ്, എത്ര പ്രോട്ടീൻ കഴിക്കണം, എത്ര കാർബോഹൈഡ്രേറ്റ് കഴിക്കണം, എത്ര ഫൈബർ കഴിക്കണം, എത്ര മണിക്ക് കിടന്നുറങ്ങണം, ഇങ്ങനത്തെ അറിവുകൾ എല്ലാ നോളജും കിട്ടും. ഓക്കെ, അപ്പോൾ ഈ രീതി ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ജനറ്റിക് അസ്ട്രോളജി അഡ്വൈസ് കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ അവർക്ക് അഡ്വൈസിങ്, നിർദ്ദേശങ്ങൾ, ട്രീറ്റ്മെൻ്റ് അല്ല. ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. മറ്റ് അസ്ട്രോളജിയിൽ അവർ എന്ത് പറഞ്ഞാലും കറക്റ്റായിരിക്കും. സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഉണ്ടാവും. സാമ്പത്തിക പ്രശ്നമുള്ളവനാണ് വരുന്നത്. മാനസിക രോഗം നിങ്ങൾ തറവാട്ടിലുണ്ട്, കുട്ടിയില്ലാത്തവരുണ്ട്, പാമ്പ് കൊത്തി മരിച്ചവരുണ്ട്. ഇത് ബർണം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും. അവർ എന്ത് പറഞ്ഞാലും നിങ്ങൾ തറവാട്ടിലുണ്ടാവും. പക്ഷെ ഒരു സൗത്ത് ആഫ്രിക്ക കാട്ടുള്ളവനക്ക് പറഞ്ഞാൽ തെറ്റും. ശാസ്ത്രം എവിടെ നിന്നും പരീക്ഷിച്ചാലും നിരീക്ഷിച്ചാലും അതിൻ്റെ ഫോർമുല ഒന്നായിരിക്കും, ഫലം ഒന്നായിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടതെല്ലാം കിട്ടും. അത് കുറച്ച് ആശയവിനിമയം ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് എനിക്ക് കൊടുക്കാൻ. ഇങ്ങനെയാണ് എൻ്റെ രീതികൾ. അപ്പോൾ ഇത് കാണുന്ന നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ജഡ്ജിമാരാവും, പല രീതിയിലും ആൾക്കാരതൊക്കെ ഇത് കാണുന്നവർ. നിങ്ങൾ ശരിക്കുള്ള അഡ്രസ്സ് അയാളുടെ രീതി, ജെനറ്റിക്സ് രീതി നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങളത് കണ്ടിട്ട് വേണം അംഗീകരിക്കും. നിങ്ങൾ യുക്തിവാദിക്കും പറയാം. ഒരു പോലീസ് ഓഫീസറും എന്നെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ഒരുപാട് പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്, വക്കീൽമാരുണ്ട്. നിങ്ങളെല്ലാവരും കൂടി ഒരു സംഘമുണ്ടാക്കി ഇത് കാണുന്ന സൈക്കോളജിസ്റ്റാവും, സൈക്കാർട്ടികളാവാം, മെഡിക്കൽ ഫീൽഡിലുണ്ടാവും, സയൻസ് ഫീൽഡിലുണ്ടാവാം. ഇവർക്ക് എന്തായാലും മരുന്ന് കൊടുത്ത് ഇവൻ പറ്റിക്കുന്നില്ല, പറയുന്ന രീതി ശരിയാണ്, ഇവനൊക്കെ ഒരു അംഗീകാരം കൊടുക്കാം. അങ്ങനെ നിങ്ങൾ കണ്ടെത്തണം. രാഷ്ട്രീയത്തിലുള്ളവർ, മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ളവർ കണ്ടെത്തി ഒരു ആലോചന ചെയ്ത് കൊടുത്താൽ 12 വിഷയങ്ങളും ശാസ്ത്രീയമായി എനിക്ക് മുന്നോട്ട് പോകാൻ ഒരു അംഗീകാരം കിട്ടും. ഇത് കാണുന്ന പിണറായി കാണാം, മോഡിജി കാണാം, കൗൺസിലർ കാണാം, ചർച്ച ചെയ്യാം. ചർച്ച ചെയ്തിട്ട് നിങ്ങൾ നാട്ടിൽ എല്ലാം എത്തി. ഇതൊരു പറയുന്ന രീതി ശരിയാണ്. ഞാൻ എടുത്ത ജെനറ്റിക്സ്, ഇൻഫർമേഷൻ ജീൻ, പാറ്റേൺ ജീനുകൾ, ഇൻഫർമേഷൻ ജീൻസുകൾ, നമ്മൾ ഉള്ളിൽ കുറേ ബയാസുകൾ വെറും ഇൻഫർമേഷൻ ജീനുകളാണ്. ജീൻ എന്നൊരു ഇൻഫർമേഷൻ കോഡാണ്, അത് എനർജിയോ ഒരു പദാർത്ഥമല്ല. അങ്ങനെ 12 വിഷയങ്ങളും നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ പറ്റും, ശാസ്ത്രീയ ബോധം ഉയർത്താൻ പറ്റും, എല്ലാ രീതിയിലും ഒരു ഉയർച്ച കിട്ടും. ഇല്ലെങ്കിൽ ഇത് കാണുന്ന ഹെഡ് മാസ്റ്റർമാർ സ്കൂളുകളിൽ വെച്ച്, കോളേജുകളിൽ വെച്ചിട്ടും പറയാൻ കാരണം ഇത് ഒരു പൂജാരിക്ക് സയൻസ് പറയാൻ പറ്റില്ല. അതാണ് കേരളത്തിൻ്റെ പ്രശ്നം. ഞാൻ അവസാനം ക്വാണ്ടം ഫിസിക്സിൽ പോയി എത്തി നിൽക്കും.
ചില യുക്തിവാദികളെ സംഘടനയിലൊക്കെ എൻ്റെ ഓരുണ്ട്. പിന്നെ എൻ്റെ എല്ലാ വീഡിയോകളും നക്ഷത്രം ഗ്രഹം ബാധിക്കില്ല, ഇത് നിങ്ങളാണ് വർത്തിച്ച് വെച്ചെന്ന് ഒരു മുൻകൂർ ജാമ്യം എടുത്തിട്ടാണ് എല്ലാം വിടാം. ജനങ്ങൾ അംഗീകരിച്ചു, മീൻസ് ശാസ്ത്രീയം കൂടി ആയിക്കോട്ടെ. എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, ഈ സംസ്കൃതം പറഞ്ഞ് ജ്യോത്സ്യന്മാർ ഓക്കെ, പക്ഷേ സയൻസ് പറഞ്ഞ ജ്യോത്സ്യന്മാർ ശ്രദ്ധിക്കണം. ശ്രീ രവിചന്ദ്രൻ എവിടെയോ പ്രസംഗിച്ചിട്ടുണ്ട്, അത് നിങ്ങളെ കുറിച്ചിട്ടായിരിക്കാം. അപ്പോൾ എനിക്കൊരു അവയർനെസ് വന്നു. ഞാൻ ആൾറെഡി ഇങ്ങനെ തന്നെയാണ് എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ ഒരു സപ്പോർട്ട്, സയൻറ്റിഫിക് ആയിട്ടുള്ള ആൾക്കാർ സപ്പോർട്ട് കൊടുത്ത് ഒരു അംഗീകാരം എന്ന രീതിയിൽ ഗവൺമെൻറ് തന്നാൽ ചികിത്സിക്കാതെ കണ്ട് ഒരു സമൂഹത്തിനെ ശാസ്ത്രീയബോധം എനിക്ക് വളർത്താൻ പറ്റുന്ന ആത്മവിശ്വാസം എനിക്കുണ്ട്. ഇത് കാണുന്നവർ നിങ്ങളുടെ എല്ലാ റെഫറൻസുകളും ഞാൻ പറഞ്ഞ ഓരോ കാർഡുകളും കൂടിയിട്ട് അത് കറക്റ്റ് കൃത്യം ചെയ്ത് നിങ്ങൾ കമൻറ്റ് ബോക്സിലിടണം. ഇത് ഒരു സമൂഹത്തിന് ഉപകാരമാവും, സംശയമില്ല. ഒരുപാട് ആൾക്കാർ ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, ബേസ്ഡ് സയൻസ്. ഒരുപാട് ആൾക്കാർക്ക് ഓക്കെ, ഇത് നിങ്ങൾ കാണുക, അഭിപ്രായം രേഖപ്പെടുത്തുക. ഇത് കാണുന്ന ഓഫീസർമാരെല്ലാം ഒന്നുകൂടി എനിക്കൊരു അംഗീകാരം നിങ്ങൾ കൊടുക്കണം, ശക്തമായി മുന്നോട്ട് പോവാം. ആ ശക്തം ഒരു വ്യക്തതയിലേക്ക് നീങ്ങും എന്നുള്ളൊരു ബോധം എനിക്കുണ്ട്. ആ ബോധം ശാസ്ത്രീയമായി ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്നു. ഇതിനു വേണ്ടി എനിക്ക് സഹായിച്ചത് സി വിശ്വനാഥൻ, രവിചന്ദ്രൻ, വൈശാഖൻ തമ്പി, സ്വാമി ചിദാനന്ദപുരി, വിദ്യാസാഗർ. ഇവരൊക്കെ എന്നെ ട്വിസ്റ്റ് ഉണ്ടാക്കിയ ആൾക്കാരുകളാണ് ജീവിതത്തിൽ. ഇവരെ ഞാൻ നമിച്ചുകൊണ്ട് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.